ഗുഡ് മോർണിംഗ് ഓൾ. വളരെ സയന്റിഫിക് ആയിട്ടുള്ള നല്ലൊരു മെഡിറ്റേഷൻ നമ്മളെല്ലാവരും എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരും മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് നിർമ്മല. ഞാൻ പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ മോർണിംഗ് CEP-യിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മോർണിംഗ് CEP-യിലെ അടുത്ത സെഷൻ നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ദുബായിൽ നിന്നും ശ്രീജ മാഡമാണ്. നമ്മുടെ ഈ നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നല്ല ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഡെയിലി നമ്മൾ മോർണിംഗ് CEP-യിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിന്നിംഗ് ടീമിന്റെ കാർഡിനൽ റൂൾസിനെ കുറിച്ചാണ് ഇന്ന് ശ്രീജ മാഡം നമുക്ക് കൈകാര്യം ചെയ്തു തരുന്നത്. സെഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രീജ മാഡത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ശ്രീജ മാം. ഗുഡ് മോർണിംഗ് ഓൾ. താങ്ക് യു നിർമ്മല മാഡം. നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എന്നാലും ഞാൻ എന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശ്രീജ ശ്രീധരൻ. ഞാൻ ദുബൈനെ ജോയിൻ ചെയ്യുന്നു. സ്വദേശി പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്വദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയാ ഉള്ളത്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന സെഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിന്നിംഗ് ടീമിന്റെ കാർഡിനൽ റൂൾസ് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പഠിക്കാറുണ്ട്. എന്തൊക്കെ ചെയ്യണമെന്ന് അല്ലെ, എപ്പോഴും നമ്മളെ അപ്ലൈൻ ആയാലും നമ്മുടെ വിന്നിംഗ് ടീം ആയാലും പഠിപ്പിക്കാറുണ്ട് എന്തൊക്കെ ചെയ്യണം നമ്മുടെ ബിസിനസ്സിൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് എന്തൊക്കെയാ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, 9 നെവേഴ്സ്. ഓക്കെ, ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഡാമേജ് ആയിപ്പോവും. അപ്പൊ അത് ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോടെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഒറ്റ മിനിറ്റ്, സോറി. ഓക്കെ, അപ്പം 9 കാർഡിനൽ റൂൾസ് നമുക്കുണ്ട്, 9 നെവേഴ്സ്. ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ചെയ്യാൻ പറ്റാത്ത 9 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാരും ആഹാരം നമ്മൾ കഴിക്കും. പക്ഷെ നമ്മള് ഇപ്പൊ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരു സ്പൂണ് മണ്ണെണ്ണ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനാ നമ്മുടെ ബോഡിയിൽ എങ്ങനെ അഫക്റ്റ് ആകുന്ന എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിന്നിംഗ് ടീംസില് 9 കാർഡിനൽ റൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഞാൻ സ്ലൈഡിന്റെ സഹായത്തോടെ ഓരോ കാർഡിനൽ റൂൾസ് നമുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൂൾസ് നമുക്ക് കാണാം. ഡു നോട്ട് ഹേർട്ട് എനിബഡീസ് ഈഗോ. അപ്പൊ നമ്മുടെ ഈ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാല് പീപ്പിൾ ഓറിയന്റഡ് ബിസിനസ്സാ. പല പല കുടുംബത്തിലെ പല പല അച്ഛനമ്മമാരുടെ ആൾക്കാരാ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലെ അല്ലായിരിക്കും അല്ലെ. അപ്പൊ എന്റെ ക്യാരക്ടർ അല്ലായിരിക്കും പലരുടെ ക്യാരക്ടർ. അപ്പൊ നമുക്കിപ്പം നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ പല രീതിയിലുള്ള ആൾക്കാർ വരും. ചിലപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ്, നമ്മൾ എന്തേലും അവർക്ക് നല്ലതിന് വേണ്ടി നമ്മൾ എന്തേലും ഒരു ഗുണദോഷിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഹേർട്ട് ആകുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരെ ഒരിക്കലും ഒരു രീതിയിൽ പോലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ 1-2 എക്സാമ്പിൾ തരാം. ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു 3-4 പേര് ഇരിക്കുവാന്ന് വിചാരിക്കണം. അപ്പൊ 3-4 പേര് ഇരിക്കുമ്പോൾ ഒരാളെ നമ്മൾ കൊച്ചാക്കി സംസാരിക്കുക, അവരെ കളിയാക്കി സംസാരിക്കുക. ഒരു 3-4 പേരുടെ മുമ്പിൽ നമ്മൾ ഒരു കളിയാക്കി അവരെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാം അത് നമ്മൾ തമാശയ്ക്കാ നിങ്ങളോരോ പറയുന്നെന്ന് നമ്മൾ പറഞ്ഞാൽ, എന്നാലും അവരുടെ മനസ്സിൽ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു വിഷമം ഉണ്ടാകാതിരിക്കത്തില്ല. അത് ആരായാലും അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ഹാർട്ട് അവരുടെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരിക്കും. സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരാളെ കളിയാക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ കാര്യം തന്നെ എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേന് ആളുടെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരാളുടെ വിഷമം, ആ ഇമോഷനെ ഒരിക്കലും നമ്മൾ അങ്ങനെ വിഷമം കൊടുക്കാൻ ഒരിക്കലും അങ്ങനെ പാടില്ല. സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു മീറ്റിങ്ങിന് പോയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഡൗൺലൈനോ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ആരെങ്കിലും നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണോ വരുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു കമാൻഡ് കൊടുത്ത് സംസാരിക്കുക. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അറിയാം അവര്
എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും അവര് ആ ഒരു മീറ്റിംഗിൽ എത്തിയത് തന്നെ. ചിലപ്പോ ബസ്സിന് 1, 2, 3 ബസ് കയറിയായിരിക്കും എത്തിയിട്ടുള്ള മീറ്റിംഗിന്. അപ്പൊ അങ്ങനെ പറയുമ്പത്തേന് ആ മനസ്സിൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ വരും, ഞാൻ എന്തോ ഒരു കഷ്ടപ്പെട്ടാ ഇവിടെ വന്ന്, ഇയാൾ എന്തോ പറയുന്നത്, ഇവരെന്തോ പറയുന്നത്, നിങ്ങൾ എന്താ ഇത്രയും നേരമായിട്ട് മീറ്റിംഗിൽ കുറെ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കളിയാക്കിയ രീതി. അപ്പൊ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഈ ഒരു ഫസ്റ്റ് റൂളാ. ഓക്കെ. അപ്പൊ കാരണം നമ്മള് ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ എളുപ്പാ. പക്ഷെ അതേസമയം ഒരാളുടെ മനസ്സിന്, ഒരാളുടെ ഇമോഷന് നമ്മൾ ഒരു ബെസ്റ്റ് ലെവൽ കൊടുത്ത് അവരുടെ മനസ്സിനൊരു ഇൻസ്പയർ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ കാര്യം ഒന്നുമില്ല. അപ്പം എല്ലാരും അത് ചെയ്യുക. ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ ആയാലും നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. സോ റൂൾ നമ്പർ 1. അപ്പം നമ്മൾ എപ്പോഴും അവർക്ക് അവരെ നല്ല രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഒരു കഴിവ് നോക്കി നമ്മൾ സംസാരിക്കുക. അവർക്ക് എന്തെങ്കിലും നല്ല കഴിവുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കഴിവ് നമ്മൾ നോക്കി സംസാരിച്ച് അവർക്ക് നല്ല ഒരു രീതി ബെസ്റ്റ് ലെവലില് എന്തുവാ അവരുടെ ഇമോഷന് കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കണം. അപ്പൊ നമ്മളിപ്പം ഹേർട്ട് ചെയ്ത് കഴിയുമ്പോ ചിലപ്പം അവര് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എതിർപ്പായിട്ട് മാറുന്നുണ്ടായിരിക്കും. അതേസമയം നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവരെപ്പോഴും ഒരു ഏതൊരു കാര്യത്തിന് മുമ്പോട്ട് എളുപ്പം വരാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരാളെ പോലും നമ്മൾ ബിസിനസ്സിൽ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് സ്പൗസ്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ്, നമ്മുടെ മെയിൽ ആയാലും ഫീമെയിൽ ആയാലും വ്യക്തികൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് മെയിൽ ആയിരിക്കും കൂടുതൽ ആക്റ്റീവ് ഉള്ള, ചില സമയത്ത് ഫീമെയിൽസ് ആയിരിക്കും കൂടുതൽ ആക്റ്റീവ് ഉള്ള. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫീമെയിൽ ആണെങ്കിൽ മെയിലായിട്ട് കൂടുതൽ അടുപ്പം ആ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് വെക്കാൻ പാടില്ല. അതേസമയം ഒരു മെയിലിനെ ഫീമെയിലിനോട് കൂടുതൽ അടുപ്പം ഉള്ള റിലേഷൻഷിപ്പ് വെക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് വരുമ്പം അവിടെ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് മാക്സിമം അവോയ്ഡ് ആക്കണം. ഓക്കെ. അപ്പൊ സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഒരു മീറ്റിംഗിന് പോവാ. അപ്പം ഇപ്പൊ ഞാൻ ഫീമെയിൽ ആണെങ്കിൽ എന്റെ ടീമിൽ ചിലപ്പം നല്ല ഒരു ആക്റ്റീവ് ആണായിരിക്കും ഉള്ളത്. അപ്പം എന്റെ ഹസ്ബൻഡ് അറിയണം, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു ഫിസിക്കൽ മീറ്റിംഗിന് പോവാന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ എന്റെ ഹസ്ബൻഡ് അറിയണം ഞാൻ എവിടാ പോകുന്നത്, ആരുടെ കൂടെയാ പോകുന്നത്, എന്തോ ആക്ടിവിറ്റിയാ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന ആ മെയിൽ ആക്റ്റീവ് ആണ്, അവരുടെ വൈഫും അറിഞ്ഞിരിക്കണം എന്റെ കൂടെ പോവാണെങ്കിൽ ഏത് ആക്ടിവിറ്റിക്കാ ഇന്ന് പോകുന്നത്, എവിടാ പോകുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പൊ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഒന്നും വരത്തില്ല. കാരണം രണ്ടുപേരുടെ പാർട്ട്ണർമാരെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് സേഫ് ആയിരിക്കും. അവിടെ ഒരു നെഗറ്റീവ് ഒരിക്കലും വരത്തില്ല. അപ്പൊ അങ്ങനെ എപ്പം വേണേലും അങ്ങനെ പോകുമ്പം നമ്മുടെ പാർട്ട്ണർമാരോട് പറഞ്ഞിട്ട് വേണം പോവാൻ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ലേറ്റ് നൈറ്റ് ഒരു 10 മണിയൊക്കെ കഴിയുമ്പത്തേന് മാക്സിമം നമ്മുടെ ഇപ്പം ഒരു പെണ്ണാണെങ്കിൽ ഒരു ആണിനെ നമ്മുടെ മേല് ടീം മെമ്പറിനെ മാക്സിമം 10 മണി കഴിഞ്ഞ് അവോയ്ഡ് ചെയ്യണം വിളിക്കാൻ. ഫോൺ വല്ലതും വിളിക്കണമെങ്കിൽ അവോയ്ഡ് ചെയ്യണം. അപ്പൊ അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ 10 മണി കഴിഞ്ഞ് വിളിച്ചിട്ട് ഒന്ന് പറയാം, സോറി എനിക്കറിയാം 10 മണിയൊക്കെ കഴിഞ്ഞു, ഒരു എക്സ്ക്യൂസ് ചോദിച്ച് നമുക്ക് നമ്മുടെ കാര്യം പറയാം. അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ മാത്രം 10 മണി കഴിഞ്ഞ് നമുക്ക് രാത്രി 10 മണി കഴിഞ്ഞ് വിളിച്ച് സംസാരിക്കാം. എമർജൻസി ആയിട്ടാ ഞാൻ ഇപ്പം വിളിക്കുന്നത്, അപ്പൊ അത് കാരണം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വേണം ലേറ്റ് നൈറ്റ് വല്ലതും എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ.
ഓക്കെ. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പെണ്ണ് പെണ്ണായിട്ടാണെങ്കിൽ റിലേഷൻഷിപ്പ് വെക്കാം, ക്ലോസ് റിലേഷൻഷിപ്പ് വെക്കാം, ഒരു ആണായിട്ട് വെക്കാം. പക്ഷെ ഒരിക്കലും ഒരു ആണും പെണ്ണും തമ്മിൽ ക്ലോസ് റിലേഷൻഷിപ്പ് വെക്കാൻ ഒരിക്കലും പാടില്ല. ഓക്കെ. സോ ഇതാ സെക്കൻഡ് കാർഡിനൽ റൂൾസ്. ഓക്കെ. തേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് കാർഡിനൽ റൂൾസ്, ഡു നോട്ട് ഡു എനി ഫിനാൻഷ്യൽ ഡീലിങ്സ് വിത്ത് എനിബഡി ഇൻ ദ നെറ്റ്വർക്ക്. അപ്പൊ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഫിനാൻഷ്യൽ പല പല ക്ലാസ് ആൾക്കാർ വരാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്ലാസ് ആൾക്കാർ, ചിലപ്പം പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ല രീതി ഫിനാൻഷ്യലി സൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാർ വരാറുണ്ട്. സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ക്ലാസ്, തേർഡ് പറഞ്ഞാൽ ലോ ക്ലാസ്. 3 രീതിയിലുള്ള കാറ്റഗറി ഉള്ള ആൾക്കാർ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വരാറുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് നല്ല രീതി പൈസ കാണും, ചിലർക്ക് മീഡിയം റേഞ്ച്, ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോലും പൈസ കാണത്തില്ല. അങ്ങനത്തെ നമ്മുടെ ബിസിനസ് പല പല കാറ്റഗറി ഉള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് റോളിങ് ഒരിക്കലും നമ്മുടെ നെറ്റ്വർക്കിൽ പാടില്ല. കടം മേടിക്കാനും അതുപോലെ തന്നെ കടം കൊടുക്കാനും ഒരിക്കലും പാടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പലരും എങ്ങനാ പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി പൈസ റിലേറ്റഡ് ആയിട്ട് മാറ്റർ ആയിട്ടായിരിക്കും ചില ആൾക്കാർ അവിടെ ചിലപ്പം ബിസിനസ് കളഞ്ഞിട്ട് പോകുന്നത്. അങ്ങനൊക്കെ പൈസ ഡീലിംഗ് റിലേറ്റഡ് ആയിട്ട് മാറ്റർ വരുമ്പോ ഒക്കെ അങ്ങനെ ആൾക്കാർ പോവാറുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പം ഏത് കാര്യം നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെങ്കിൽ, ഇവിടെ എല്ലാ ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തേലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തേലും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞായിരിക്കും നമ്മൾ പൈസ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പൈസ കൊടുക്കുക, അത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും മീറ്റിംഗ്സോ അല്ല ഈ നമ്മുടെ ഇപ്പം റീസെന്റ് FRU ഉണ്ടായിരുന്നു. അപ്പൊ FRUയിൽ എങ്ങനെയാ, നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയി കഴിഞ്ഞല്ലേ നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ പൈസ കൊടുത്ത് പേ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഏത് കാര്യമായാലും നമ്മൾ ചെയ്യാൻ സാധിക്കാറുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു ബിസിനസ്സിൽ വന്നേക്കുന്നത് നമ്മൾ നാളെ നമ്മുടെ ഒരു ഡ്രീം, ലക്ഷ്യം നമ്മുടെ കണ്ടെത്താനാണ് നമ്മൾ ഇവിടെ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത്. അപ്പൊ നമ്മള് നാളെ ആയാലും കോടീശ്വരനാകാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ കൊടുക്കൽ വാങ്ങൽ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഏതൊരു കാര്യത്തിന് ഫിനാൻസ് റിലേറ്റഡ് കാര്യത്തിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പൈസ കൊടുക്കുക. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ അപ്ലൈൻഡ് വണ്ടിയെ നമ്മൾ 3-4 ടീം മെമ്പേഴ്സ് നമ്മൾ ഒരു മീറ്റിംഗിൽ പോവാ. അപ്പം നമ്മൾ എല്ലാരും ചിന്തിച്ചേക്കാം നമ്മുടെ അപ്ലൈൻഡ് വണ്ടിയാ, അപ്പൊ അവര് പെട്രോൾ എടുത്തോളും, പിന്നെ ഫുഡിന്റെ ഒക്കെ ആയാലും അവര് പൈസ എടുത്തോളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് മാറുക. നമ്മളിപ്പം ഒരു ഹോട്ടലില് നമ്മൾ എല്ലാരും ടീം മെമ്പേഴ്സ് എല്ലാവരും കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കാം, ഓക്കെ അപ്ലൈൻ ഉണ്ട്, അപ്ലൈൻ കൊടുത്തോളൂ. പക്ഷെ അതങ്ങനല്ല. നമ്മളെല്ലാരും ഷെയർ ഇട്ട് എത്ര രൂപയായി, ഇപ്പം ഹോട്ടൽ ബില്ലായാലും എത്രയായി, അത് എല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ട് വേണം ആ കഴിച്ചതിന്റെ ബില്ല് കൊടുക്കാൻ. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെ ആയി മാറണം. നമ്മളെ അങ്ങനെ ആ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അപ്ലൈ ചെയ്തോളൂ എന്ന്. നമ്മളെല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാ ഒരു നല്ലൊരു നമ്മുടെ ഒരു ബിസിനസിന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാല് ഒരു റൂള്. അപ്പം എപ്പോഴും നമ്മൾ അങ്ങനെ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ അങ്ങനെ മാറണം നല്ല രീതിയിൽ തന്നെ. ഒരിക്കലും നമ്മൾ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അങ്ങനെ അപ്ലൈൻഡ് തലയിലേക്ക് അങ്ങനെ ഇടാൻ പാടില്ല. അപ്പം അങ്ങനെ എപ്പോഴും ഏത് ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ടെങ്കിലും അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ മാറി എല്ലാരും അങ്ങനെ മാറണം. ഓക്കെ. 4ാമത്തെ പറഞ്ഞു കഴിഞ്ഞാല്
Do not discuss your business and pass any negative to your downline and cross line. നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങളുണ്ട്: അപ്ലൈൻ, ഡൗൺലൈൻ ആൻഡ് ക്രോസ് ലൈൻ. അപ്ലൈൻ പറഞ്ഞാൽ എന്താ? നമ്മളെ കൊണ്ടുവന്ന ആൾ, നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളിനെയാ നമ്മൾ അപ്ലൈൻ പറയുന്നത്. ഡൗൺലൈൻ പറഞ്ഞ എന്താ? ഡൗൺലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിന് കൊണ്ടുവന്നത് നമ്മുടെ ടീം മെമ്പേഴ്സ്, നമ്മുടെ ഡൗൺലൈനാ. അതുപോലെ തന്നെ ക്രോസ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലൈൻ്റെ വേറെ ഒരു ടീം മെമ്പേഴ്സ്, നമ്മുടെ അപ്ലൈൻ്റെ വേറെ ഒരു ടീമിലെ ആൾക്കാരെയാണ് നമ്മൾ ക്രോസ് ലൈൻ പറയുന്നത്. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു ബ്രോൺസ് ആയി. അപ്പം ബ്രോൺസ് ആയപ്പോഴത്തേന് എനിക്ക് ഈ മാസത്തെ ബോണസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് കിട്ടി, ഒരു 5000 രൂപ കിട്ടി. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഏകദേശം 8000 to 10,000 ഒക്കെ നമുക്ക് ബ്രോൺസിലൊക്കെ കിട്ടുമെന്ന്. പക്ഷെ ഇത് നമുക്ക് എന്തേലും പറഞ്ഞു കഴിഞ്ഞാല് എന്തേലും നമുക്ക് ഡൗട്ട് എന്തേലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഡൗൺലൈൻമാരോട് പറയാൻ പാടില്ല. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ബ്രോൺസ് ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് കുറച്ച് കിട്ടി. അപ്പൊ ഞാൻ എൻ്റെ ഡൗൺലൈനോട് പോയി പറയുക, എനിക്ക് ഈ മാസം ബോണസ് കുറവാ കിട്ടിയേ, എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഡൗൺലൈനോട് അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് ലൈൻ, നമ്മുടെ അപ്ലൈൻ്റെ വേറെ ഒരു ടീമിലെ ആളിനോരെ ഷെയർ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് വരും. ഇപ്പൊ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡൗൺലൈൻ ഇത് കേട്ടിട്ട് ചിലപ്പം ബിസിനസ് വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അവര് വലിയൊരു വരുമാനം ആഗ്രഹിച്ചായിരിക്കും വന്ന്, അവരുടെ മനസ്സിൽ എന്തോ ആയിരിക്കും, അവർ ബ്രോൺസ് അല്ല, അവരുടെ മനസ്സിൽ ബ്രോൺസ് ആകുമ്പോൾ നല്ലൊരു വരുമാനം കിട്ടുമെന്ന് ഓർത്തായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളോ ബ്രോൺസ് ആകുമെന്ന് ഓർത്ത് അങ്ങനെ ഫ്യൂച്ചറില് ചിലപ്പോ അവര് ബിസിനസ് കളഞ്ഞിട്ട് പോയാലോ. അപ്പൊ ഒരിക്കലും നമുക്ക് എന്തോ നെഗറ്റീവ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അപ്ലൈനോരെ പറയാം. നമ്മുടെ അപ്ലൈന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് അറിയാവുന്ന. അപ്പൊ നമ്മുടെ അപ്ലൈൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് എന്തോ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം നമ്മുടെ അപ്ലൈനായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ അറിയാവുന്നത്. നമ്മുടെ ഡൗൺലൈനർ നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. അവർ ചിലപ്പം ബിസിനസ് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഡാമേജ് ആകും. ചിലപ്പോൾ നല്ല ഒരു ആക്റ്റീവ് മെമ്പർ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അവരോടെ ആയിരിക്കും പോയി പറയുന്നത്. അപ്പൊ അവിടെ ഒരിക്കലും നമുക്ക് എന്തോ നെഗറ്റീവ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തോ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അപ്ലൈനോട് ചോദിച്ച് അത് മനസ്സിലാക്കാം. പക്ഷെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഡൗൺലൈൻ അല്ലെങ്കിൽ ക്രോസ് ലൈനോട് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മീറ്റിംഗിൽ പോവാം. അപ്പം ഒരു ഫിസിക്കൽ മീറ്റിംഗിന് DLCP മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ അവിടെ പല ടീമിലുള്ള ആൾക്കാർ അവിടെ കാണും. അവരായിട്ട് നമ്മൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ ബിസിനസിനെ കുറിച്ച് അവരോട് ഷെയർ ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം അവർക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് ഒരു കാര്യവും ഒന്നും പോലും അറിയത്തില്ല. അവരോട് നമ്മൾ പോയി ഷെയർ ചെയ്ത് കഴിഞ്ഞാല് അവരുടെ മനസ്സിലും ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ അവരുടെ മനസ്സിലും പല ഡൗട്ട്സുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ എന്തോ ചെയ്താലും നമ്മുടെ അപ്ലൈൻ സമ്മതത്തോടെ വേണം ചെയ്യാൻ. ഇപ്പം നമ്മളിപ്പം നമ്മുടെ അപ്ലൈൻ പറയുവാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറയുവാണെങ്കിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരിക്കലും എന്തോ നെഗറ്റീവ്, എന്തോ ഡൗട്ട്സ്, എന്തോ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് മാറ്റർ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഡൗൺലൈൻ അല്ലെ ക്രോസ് ലൈനോട് പറയാൻ പാടില്ല. ഓക്കെ, സോ ഇതാ നമ്മുടെ 4ാമത്തെ കാർഡിനൽ റൂൾസ്. നെക്സ്റ്റ് 5ാമത്തെ, ഡു നോട്ട് ഡു എനിത്തിങ് ഫസ്റ്റ് ടൈം വിതൗട്ട് ചെക്കിംഗ് വിത്ത് യുവർ അപ്ലൈൻ. അപ്പൊ നമ്മളിപ്പം ഏതെങ്കിലും കാര്യം ഫസ്റ്റ് ടൈം ചെയ്യാൻ പോവാ, നമുക്കറിയത്തില്ല. നമ്മൾ ഏത് കാര്യമായാലും ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേനും നമുക്ക് എക്സ്പീരിയൻസ് കാണത്തില്ല. അതേസമയം നമ്മുടെ അപ്ലൈനിന് ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. അപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം പോവാ ഒരു മീറ്റിംഗ്, നമുക്ക് ഇപ്പം മീറ്റിംഗ് ചെയ്യണം. അപ്പൊ ഒരു മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ മീറ്റ് ചെയ്യാം, പേസ് ടു പേസ് മീറ്റിംഗ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് അപ്ലൈനോട് ചോദിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം
നമ്മളിപ്പം ഒരു ഒരു 1 വീക്കില് നമ്മൾ ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കുന്നു. നമുക്ക് എന്താ ഇപ്പം എന്റെ മനസ്സിലുണ്ട് ഈ ആഴ്ച ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമെന്ന്. അപ്പം ആ ഒരു കാര്യം നമ്മൾ അപ്ലൈനോട് ഷെയർ ചെയ്യാം. എന്റെ അപ്ലൈൻ പറഞ്ഞാൽ ഷാജി മിത്തൽ സാറാ. അപ്പൊ ഞാൻ എന്തോ കാര്യം ഉണ്ടെങ്കിലും എന്തോ ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ സാറിനോട് ക്ലിയർ ചെയ്തിട്ടാ ഞാൻ ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് ഇപ്പം ഒരാഴ്ചത്തെ ആക്ടിവിറ്റി, ഒരാഴ്ച എന്തോ പ്ലാൻ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള എന്തോ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിക്കണം. അപ്പൊ അത് നമ്മൾ തന്നെ ചെയ്യാതെ നമ്മൾ അത് ഫസ്റ്റ് നമ്മുടെ അപ്ലൈനെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഈ ആഴ്ച പ്ലാൻ ഉണ്ട്. അപ്പം ഇതൊക്കെ ഓക്കെ ആണോ സാറെ ചോദിച്ച് മനസ്സിലാക്കി അപ്ലൈൻ പറയുവാണെ ഓക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ധൈര്യത്തോടെ. ഈ ഒരു ബിസിനസ്സിൽ നമ്മുടെ അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറഞ്ഞാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് നല്ല രീതിയിൽ സക്സസ് ആകാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് കാണത്തില്ല, നമ്മൾ ഏതെങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. അതേസമയം നമ്മുടെ അപ്ലൈന് അത് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. ഓക്കെ, അതും ചിലപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈൻ നിങ്ങളെ കൊണ്ടുവന്ന് ആള് ഈ ഒരു ബിസിനസ്സിൽ കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ കാണും ഈ ഒരു ബിസിനസ്സിൽ. ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഈ ഒരു CP സെഷൻ അറ്റൻഡ് ചെയ്യുന്നയാള്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന, നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ സെൽഫ് PV ചെയ്യുന്നയാള്, അതുപോലെ തന്നെ നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നയാള്, അവരെയാ പറയുന്നത് നമ്മുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ. അപ്പം ഇപ്പം ഒരാളെ ഇപ്പം ഒരു ഡൗൺലൈന് ഒരു അപ്ലൈന് ഈ ഒരു ബിസിനസ്സിൽ എല്ലാവർക്കും അത് കാണണമെന്നില്ല. ചില അപ്ലൈൻമാർ അത് ഈ ബിസിനസ് കളഞ്ഞിട്ട് പോവാം. പക്ഷെ ആ ഒരു അപ്ലൈനിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരായിട്ട് നമുക്ക് ഏത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുവാണെങ്കിൽ അവരായിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഒരിക്കലും നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇതാ നമ്മുടെ 5ാമത്തെ റൂള്. 6ാമത്തെ റൂള്, ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് നമുക്ക് അപ്ലൈനെ യൂസ് ചെയ്യാം. ഒന്ന് മിസ്യൂസ്, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റ് യൂസ്. ഓക്കെ, മിസ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ അപ്ലൈനെ കാണല്ലേ. കോൾ സെന്റർ എക്സിക്യൂട്ടീവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ലിസ്റ്റ് നിങ്ങളുടെ അപ്ലൈന് കൊടുത്തിട്ട് പറയുക, ഇപ്പം എന്റെ അപ്ലൈൻ ഷാജി സാറാ. അപ്പോൾ അത് നമ്മൾ കുറെ കോണ്ടാക്ട് ലിസ്റ്റ് കൊടുത്തിട്ട് സാറിനോട് പറയുക, അപ്ലൈനോട് പറയുക, സാറ് ഈ ഒരു ഇത്രയും കോണ്ടാക്ട് നമ്പർ ഞാൻ സാറിന് തരുക, സാർ ഒന്ന് ഇവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എന്റെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന്. അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത് മിസ്യൂസ് ചെയ്യുക നമ്മുടെ അപ്ലൈനെ. അപ്പൊ ഞാൻ എന്റെ അപ്ലൈനെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലൈൻ രീതിയിലാണ് നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വിജയിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം പോലെ, അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് മാപ്പ് നമ്മുടെ ഈ ഒരു ബിസിനസ് സക്സസ് ആകാനുള്ള വഴികൾ കാണിച്ചു തരുക. അപ്പൊ നമ്മൾ അവരെ മിസ്യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം. അപ്പം ഈ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഈ കോണ്ടാക്ട് എല്ലാം കൊടുത്തിട്ട് അവരോട് ഒരിക്കലും പറയാൻ പാടില്ല ഈ ഒരു കോണ്ടാക്ട് ലിസ്റ്റ് ഞാൻ തരുന്ന ഇതെല്ലാം ഇവരെ എല്ലാം വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് സാറൊന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒരിക്കലും പാടില്ല, പറയാൻ പാടില്ല. സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡെലിവറി ബോയ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അപ്ലൈനെ വിളിച്ച് പറയുക, സാറേ അല്ലെങ്കിൽ മാഡം എനിക്ക് ഇത്രയും പ്രൊഡക്റ്റ് എന്തുവാ എനിക്ക് ഓർഡർ ചെയ്യണം. അപ്പം ഇത് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരണമെന്ന്. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല. അപ്പൊ അത് നമ്മുടെ കടമ, നമ്മൾ എങ്ങനാ നമ്മൾ വാങ്ങണ്ടിയെന്ന്. അത് ഒരിക്കലും നമ്മൾ ഒരു ഡെലിവറി ബോയ് ആയിട്ട് ഒരിക്കലും കാണാൻ പാടില്ല.
മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാഫിക് ഡിസൈനർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഫാസ്റ്റ് ആയിട്ട് 8% ആയെന്ന് വിചാരിക്കണം, 12% ആയെന്ന്. അപ്പൊ ആ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി അപ്ലൈനോർ പറയാ, സാറേ അല്ലെങ്കിൽ മാഡം, നമ്മുടെ ടീമില് 8% ഇതിന്റെ ഒന്ന് പോസ്റ്റർ ഉണ്ടാക്കാവോ പറഞ്ഞിട്ട് അങ്ങനെ പറയുക. അപ്പൊ ഈ ഒരു 3 കാര്യം ഒരിക്കലും നമ്മളിങ്ങനെ നമ്മുടെ അപ്ലൈനെ വിളിച്ച് പറയാൻ പാടില്ല. നമ്മുടെ എല്ലാവരുടെയും ബിസിനസ് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ, നമ്മൾ അത് ഈ 3 കാര്യങ്ങൾ പഠിക്കണമെന്ന്. എന്തുവാ ലിസ്റ്റ്, ഇപ്പം കുറെ ലിസ്റ്റ് നമ്മൾ പോയി അപ്ലൈന് കൊടുക്കുക, അത് നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. ഇവിടെ ഓരോരുത്തർക്ക് എല്ലാവരുടെയും സ്വന്തം ബിസിനസ്സാണ്. ഇവിടെ നമ്മൾ ആർക്കും വേണ്ടിയല്ല ബിസിനസ് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സക്സസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ പഠിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ അത് ചെയ്യേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞു കോൺടാക്ട് ലിസ്റ്റ് ഉണ്ട്. ആ കോൺടാക്ട് ലിസ്റ്റ് എടുത്തിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ തന്നെ ആ ഓരോ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ച് സംസാരിച്ച്, അഥവാ അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിപ്പം പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അപ്ലൈനെ യൂസ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ എല്ലാവരും വന്നേക്കുന്ന ഈ ഒരു ബിസിനസ്സിൽ നല്ല നമ്മുടെ ലൈഫിലുള്ള ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താലേ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആകാൻ സാധിക്കത്തുള്ളൂ. നമ്മളെല്ലാം അപ്ലൈനിന്റെ പുറത്ത് ഡിപ്പെൻഡ് ആയി കഴിഞ്ഞാല് ചിലപ്പം ആരെങ്കിലും നമ്മുടെ ഡൗൺലൈൻമാര് നാളെ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഓരോ കാര്യം നല്ല രീതിയിൽ നമ്മൾ പഠിക്കാൻ. അപ്പൊ നമ്മൾ എല്ലാവരും ഇനിഷ്യേറ്റീവ് എടുക്കുക, മാക്സിമം ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പൊ സെക്കൻഡ് കാര്യം ഞാൻ പറഞ്ഞ എന്തുവാ, ഡെലിവറി ബോയ്. അപ്പൊ ഡെലിവറി ബോയ് ആയിട്ട് ഒരിക്കലും നമ്മുടെ അപ്ലൈനെ നമുക്ക് കാണാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ, നമുക്ക് വാങ്ങണമെങ്കിൽ നമുക്ക് ഓൺലൈൻ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ DLCP പോയി നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ അപ്ലൈന്റെ പുറത്ത് ഡിപ്പെൻഡ് ആകാൻ പാടില്ല. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനർ. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ടീമിൽ ആരെങ്കിലും ഫാസ്റ്റ് ആയിട്ട് 8% അല്ലെങ്കിൽ 12% ഒക്കെ ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അപ്ലൈനെ വിളിച്ചിട്ട് പറയുക ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ. അപ്പൊ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല, സാറ് അല്ലെങ്കിൽ മാഡം ഈ ഒരു പോസ്റ്റർ ഒന്ന് എനിക്ക് ഉണ്ടാക്കി തരുമോ എന്ന്. അങ്ങനെ ഒരിക്കലും ആ ഒരു കമാൻഡ് പറയാതെ തന്നെ നമ്മൾ ഇങ്ങനെ പറയുക, എനിക്ക് ഈ പോസ്റ്റർ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനാ ചെയ്യേണ്ടിയ ഒന്ന് പറഞ്ഞു തരാമെന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നമ്മുടെ അപ്ലൈനോട്. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പോസ്റ്റർ ഉണ്ടാക്കാൻ പഠിക്കുക. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അപ്ലൈനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അപ്ലൈനോട് ചോദിക്കും ഇത് എങ്ങനാണെന്ന്. പിന്നെ സാർ എനിക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ എല്ലാം തന്നെയാ ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ ഡിപ്പെൻഡന്റ് ആകാൻ നോക്കണം. ഒരിക്കലും നമ്മൾ മിസ്യൂസ് ചെയ്യല്ലേ. നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരു പ്രാവശ്യം ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഏതൊരു വ്യക്തിക്ക്. അപ്പൊ ഒട്ടും അറിയാത്ത കാര്യങ്ങൾ മാത്രം നമ്മുടെ അപ്ലൈനോരെ നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ എല്ലാവരും അങ്ങനെ മാക്സിമം എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ടൈം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം മിസ്യൂസ്. അപ്പൊ റൈറ്റ് യൂസ് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ പഠിച്ച് നല്ല രീതി ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, 7th പറഞ്ഞു കഴിഞ്ഞാല് ഡു റൈറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ദുബൈയിലാ ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഫിസിക്കൽ മീറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയെ പോലൊന്നും ഓരോ വീടുകളിൽ പോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ അറബികളിലൊക്കെ വീടായ കാരണം പല രീതിയിലുള്ള ആൾക്കാരായ കാരണം നമുക്ക് അങ്ങനെ ഇറങ്ങി ഇവിടെ ഫിസിക്കൽ മീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇവിടെ എൻ്റെ ടീമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈൻ
പാടില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരു പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറഞ്ഞ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം എന്റെ ടീമിൽ തന്നെ ഞാൻ എന്റെ ടീം ലീഡേഴ്സ് എന്റെ ഡൗൺലൈൻമാരെ ഞാൻ ഒരാളെ പോലും കണ്ടിട്ടുമില്ല, ഒരാളെ പോലും അറിയത്തുപോലും ഇല്ല. കാരണം ഞാൻ എല്ലാവരെയും കണക്ട് ചെയ്തേക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാ. ഞാൻ ആരെയും കണ്ടിട്ടില്ല. ആകെപ്പാടെ ഞാൻ കണ്ടിട്ടുള്ള എന്റെ അപ്ലൈനെ മാത്രമേ ഉള്ളൂ. എല്ലാരെയും ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാ. അപ്പൊ നമ്മൾ എല്ലാവരും ഫേസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റാഗ്രാം, ലിങ്കിൻ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പം ഫേസ്ബുക്കിൽ കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഹൗസ് വൈഫ്, സ്റ്റുഡന്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, 18 ഇയേഴ്സ് അബോ, അങ്ങനെ 3-4 മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഫേസ്ബുക്ക് വഴി കണക്ട് ചെയ്യാം ആൾക്കാരെ. പിന്നെ വേറെ ഒരു കാര്യം, നമ്മളെല്ലാവരും ഇപ്പം ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ, ഇപ്പൊ നിങ്ങൾ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്തെന്ന് വിചാരിക്കണം. അപ്പം പിൻ ലെവൽ ഇപ്പം ഞാൻ ഗോൾഡ് ഡയറക്ടറാണ്. അപ്പൊ എന്റെ പ്രൊഫൈൽ ഫോട്ടോ എപ്പോഴും ഞാൻ ഇപ്പം വെക്കാറുള്ള, നേരത്തെ ഞാൻ സിൽവർ ആയിരുന്നപ്പോ സിൽവർ പ്രൊഫൈൽ ഫോട്ടോ ആയിരുന്നു വെക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ഗോൾഡ് ആയപ്പോ ഗോൾഡിന്റെ ഗോൾഡ് ഡയറക്ടർ ആയതിന്റെ പ്രൊഫൈൽ ഫോട്ടോ വെക്കാറുള്ളു. അപ്പം നമ്മളൊരു ബിസിനസ് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ആ പ്രോപ്പർ യൂസ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ആൾക്കാർ പിന്നെ പലരും നമ്മളെ അറിയാത്ത ആൾക്കാർ ചിലപ്പം നമ്മുടെ കൂട്ടത്തിൽ ഈ ബിസിനസ്സിൽ നമ്മൾ കണക്ട് ചെയ്ത ആൾക്കാർ ചിലപ്പം നമ്മുടെ കൂട്ടത്തിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ കാണുമ്പോഴത്തേന് അവര് ഓട്ടോമാറ്റിക്കലി നമ്മളോട് ചോദിച്ചു പോകും, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ഒരു ഫോട്ടോ കണ്ടല്ലോ, അതെന്താണ് സംഭവം. കാരണം ഞാനിപ്പം ഗോൾഡ് ഡയറക്ടർ ലാസ്റ്റ് വീക്ക് ഞാൻ അച്ചീവ് ചെയ്തപ്പോൾ തന്നെ എന്റെ പ്രൊഫൈൽ ഫോട്ടോ കണ്ട് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു, എന്താ സംഭവം, ഇതെന്തോ ഗോൾഡ് ഡയറക്ടർ, എന്തോ ബിസിനസ് ചെയ്യുന്നൊക്കെ ചോദിച്ചു വന്നു. അപ്പൊ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോ ആയിരിക്കണം. നമ്മുടെ ബിസിനസ് റിലേറ്റഡ്, നമ്മൾ എന്തെങ്കിലും പിൻ ലെവൽ അച്ചീവ് ചെയ്യുവാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനർ രീതിയിൽ കാണാം. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാറ്റസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബെസ്റ്റ് ബിസിനസ് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും നമ്മളിപ്പം എവിടെയെങ്കിലും ഔട്ടിങ് പോവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഔട്ട്സൈഡ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അതൊന്നും സ്റ്റാറ്റസ് ഇടാൻ പാടില്ല. നമ്മളിപ്പം വെസ്റ്റീജ് സീരിയസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ വെസ്റ്റീജ് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം സ്റ്റാറ്റസ് ഇടാൻ പാടുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ ഇപ്പം CP സെഷൻ അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിന്നിംഗ് ടീമിന്റെ ഗ്രൂപ്പിലുണ്ട്. അതിനകത്ത് പല പല മീറ്റിങ്ങുകൾ, DLCP മീറ്റിങ്ങുകൾ പല ജില്ലയിൽ വരാറുണ്ട്. അതെ, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ തന്നെ ഓരോ ആൾക്കാരെ പറഞ്ഞ ഓരോ പിൻ ലെവൽ അച്ചീവ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റാറ്റസ്, ഇങ്ങനത്തെ ഒക്കെ സ്റ്റാറ്റസ് നമുക്ക് ഇടാം. പിന്നെ വേറെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ് ബേസ് ഉള്ള ഒരു വീഡിയോ ഇടുവാന്ന് വിചാരിക്കണം സ്റ്റാറ്റസിൽ. അവിടെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ആ വീഡിയോ ആണെങ്കിൽ, ഇപ്പം സപ്പോസ് വേറെ ആള് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യുന്ന ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വരും. കാരണം ആ സ്റ്റാറ്റസ് കാണുന്ന ആള് പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഫോട്ടോ ആയിരിക്കും. അപ്പൊ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ വല്ല വീഡിയോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് കിട്ടിയ ഒരു പോസിറ്റീവ് റിസൾട്ടിന്റെ വീഡിയോ, അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പിൽ ഇടാൻ പറ്റും. അപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ് സോഷ്യൽ മീഡിയയിൽ കൂടെ
നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റയിലായാലും ഇപ്പം എല്ലാവരും ഒക്കെ ഇടാറുണ്ട്, നമ്മളൊക്കെ ഇടാറുണ്ട്. നമ്മുടെ വർക്കിന്റെ ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മൾ ഇടാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്യുക, നമ്മൾ എന്താ ബിസിനസ് ഉള്ള ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അവര് സൂമിലേക്ക് നമ്മൾ സൂം മീറ്റിംഗ് കൂടെയാണ് നമ്മൾ മീറ്റിംഗ് ആൾക്കാരെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ലിങ്ക് കൊടുത്ത് സൂം മീറ്റിംഗ് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ട് അവർക്ക് ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ. അപ്പൊ ഇതൊക്കെയാ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ നല്ല രീതി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാരും ഈ ഒരു രീതി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഓക്കെ, ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയെ പറഞ്ഞു കഴിഞ്ഞാല് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ വർക്ക് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും പ്രോപ്പർ യൂസ് രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എട്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഡു ഓൺലി വാട്ട് ഈസ് ഡ്യൂപ്ലിക്കേബിൾ. നമ്മുടെ ഈ ഒരു ബിസിനസ് നമ്മൾ എല്ലായിടത്തും നമ്മളിപ്പോ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ടീച്ചർമാർ പറയും കോപ്പി അടിക്കല്ലേ. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡ്യൂപ്ലിക്കേബിൾ ആ. നമ്മൾ എന്തോ ചെയ്യുന്നു അത് തന്നെയാ നമ്മൾ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ബിസിനസ് വരുമ്പോ നമ്മൾ പഠിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ അവരെ ചെയ്യിപ്പിക്കുന്നു. അപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫിസിക്കൽ മീറ്റിങ്ങിന് പോവാന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം ഫിസിക്കൽ മീറ്റിങ്ങിന് പോവാന്ന് വിചാരിക്കണം. അപ്പൊ ഫിസിക്കൽ മീറ്റിങ്ങിൽ നമ്മൾ പോകുമ്പോ അവിടെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം എന്റെ കൂടെ എന്റെ ഡൗൺലൈൻ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഡൗൺലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇപ്പൊ എന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പൊ എന്റെ ഡൗൺലൈൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് കാണണമെന്നൊന്നുമില്ല. അപ്പൊ എപ്പോഴും ഡ്യൂപ്ലിക്കേബിൾ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഡൗൺലൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഫിസിക്കൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ഫ്ലിപ്കാർട്ട് വെച്ച് വേണം നമ്മൾ നമ്മൾ മീറ്റിംഗ് ചെയ്യാൻ. ഫ്ലിപ്ചാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വാങ്ങാനും എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ലാപ്ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൈ കാണണമെന്നില്ല. അപ്പം ഈ ഫ്ലിപ്ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ഫിസിക്കൽ മീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആ ഫ്ലിപ്കാർട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അതുപോലെ തന്നെ ആ ഫ്ലിപ്ചാർട്ട് വെച്ചിട്ട് ഈസി ആയിട്ട് പ്ലാൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇതാ ഡ്യൂപ്ലിക്കേബിൾ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നു, നമ്മൾ അത് തന്നെയാണ് നമ്മുടെ ഡൗൺലൈൻമാരെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ഡൗൺലൈൻമാരോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങളും കൺസിസ്റ്റൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓഫേഴ്സ്, ഫ്രീ പ്രൊഡക്റ്റിന്റെ ഓഫേഴ്സ് ആയാലും പിന്നെ എന്തുവാ 5-ാം മാസത്തെ ഫ്രീ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതേസമയം നമ്മളിപ്പം കൺസിസ്റ്റൻസി ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളിനോരെ നമ്മള് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ കൺസിസ്റ്റൻസി ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്റെ ടീമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന നമ്മുടെ ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് മന്ത് തന്നെ എന്റെ ഒരു ടീമിൽ പറഞ്ഞ ഒരു അപ്ലൈന് ഡൗൺലൈനോർ ചോദിച്ചു, മാഡം നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ കൺസിസ്റ്റൻസി? അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ കൺസിസ്റ്റൻസി ചെയ്തോന്ന്, കാരണം നിങ്ങളുടെ ആ ലിസ്റ്റിൽ പേര് കണ്ടില്ലല്ലോ കൺസിസ്റ്റൻസി ചെയ്തതിന്റെ. അവരങ്ങ് വല്ലാതായി പോയി. അപ്പം ഒരിക്കലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഡൗൺലൈൻമാരോട് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്ന അത് തന്നെയാണ് നമ്മുടെ ഡൗൺലൈൻമാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും ഈ ഒരു ബിസിനസ് ഡ്യൂപ്ലിക്കേബിൾ ആ. നമ്മൾ ഡ്യൂപ്ലിക്കേബിൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് 8ാമത്തെ റൂളാ. ആക്ച്വലി സ്ലൈഡിൽ ഇവിടെ 9 കാണിക്കുന്നത്, സോറി, അത് മാറ്റാൻ സാധിക്കുന്നില്ലായിരുന്നു, അത് കാണണ. ഓക്കെ, 9ാമത്തെ റൂള്, ഡു നോട്ട് ഡിസ്കസ് ഓർ പ്രൊമോട്ട് any other business within your vestige business. ഇപ്പൊ നമ്മുടെ വെസ്റ്റീജ് ബിസിനസ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ വേറെ ഒരു ബിസിനസ്സും കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്
നമ്മളിപ്പം ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മളിപ്പം നമ്മുടെ ടീമിലുള്ള ഡൗൺ ലൈൻ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ടീമിലുള്ള വേറെ മെമ്പേഴ്സ്, ക്രോസ് ലൈൻ, ആരോടെ ആയാലും നമ്മൾ ഇങ്ങനെ പറയാറില്ല നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കാവോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനി സെയിൽസിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുവാണ്, നിങ്ങൾ അവിടുത്തെ ബിസിനസ് ഒരിക്കലും നമ്മുടെ ഈ ഒരു വെസ്റ്റീജിന്റെ ബിസിനസ്സിനകത്ത് ഷെയർ ചെയ്യാൻ പാടില്ല. എപ്പോഴും വെസ്റ്റീജ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ വെസ്റ്റീജിൽ തന്നെ, വെസ്റ്റീജ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് മാത്രം ഷെയർ ചെയ്യുക. ഔട്ട്സൈഡ് ഒരു ബിസിനസ്സും പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനോ ഒരിക്കലും പാടില്ല. ഓക്കെ, അപ്പോഴേ നമ്മൾ വെസ്റ്റീജ് ചെയ്യുവാണെങ്കിൽ സീരിയസ് ആയിട്ട് നമ്മുടെ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിലെ വെളിയിലുള്ള ബിസിനസിനെ കുറിച്ച് ഒരിക്കലും ഇതിനകത്ത് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബിസിനസ് ഒരു ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാ 9 കാർഡിനൽ റൂൾസ്. അപ്പം ഈ ഒരു 9 കാര്യങ്ങൾ, ഈ 9 അപ്പൊ ഈ ഒരു 9 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമൊക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പഠിച്ചു വളർന്ന നോർത്ത് ഇന്ത്യയിലാ. എനിക്ക് സംസാരിക്കാനേ അറിയത്തുള്ളൂ മലയാളം, എഴുതാൻ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാ. അപ്പൊ അത് കാരണം എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള മലയാളത്തിലാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്ത്. അപ്പം എല്ലാരും ഈ ഒരു 9 റൂൾസ് ഫോളോ ചെയ്യണം. അപ്പം നമ്മള് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാർഡിനൽ റൂൾസ് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതി സക്സസ് ആകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഞാൻ നേരത്തെ ഫിനിഷ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. സമയമായിട്ട്. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തേലും ഫീഡ്ബാക്കോ എന്തേലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു ശ്രീജ മാം. നമുക്ക് വളരെ രീതിയിൽ ഒരു മിനിറ്റ് മാഡം, ഒരു മിനിറ്റ് മാഡം. ഓക്കെ, സോ താങ്ക് യു ഓൾ, വിഷ് യു വെൽ. എനിക്ക് ഈ ഒരു സെഷൻ ചെയ്യാൻ തന്നെ എല്ലാ വിന്നിംഗ് ടീം ലീഡേഴ്സിനോട് ഞാൻ നന്ദി അറിയിപ്പിക്കുന്നു. സോ താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. ബാക്ക് ടു MC നിർമ്മല മാഡം. താങ്ക് യു ശ്രീജ മാം. ശ്രീജ മാം വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ കാർഡിനൽ റൂൾസിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശ്രീജ മാഡത്തിനോടുള്ള നന്ദി എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ശ്രീജ മാം. പിന്നെ ഈ MC ചെയ്യാൻ തന്ന, എനിക്ക് ഈ അവസരം തന്ന വിന്നിംഗ് ടീമിലെ എല്ലാ ലീഡേഴ്സിനോടും ഞാൻ വളരെ നന്ദി പറയുകയാണ്. താങ്ക് യു, വിഷ് യു വെൽത്ത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.